അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഠന പൈതൃകം പള്ളി ദർസിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിസ്ബാഹുൽ ബയാൻ സാഹിത്യ സമാജം സംഘടിപ്പിച്ച 15ാം വാർഷികത്തിന്റെ സമാപന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായ വിഷയമാണ് പഠന പൈതൃകം പള്ളി ദർസിലൂടെ എന്നുള്ളത്. പള്ളി ദർസിന്റെ തുടക്കം അത് മദീനയിൽ നിന്നായിരുന്നു. ഏതിനും എന്തിനും മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മാതൃക. പള്ളി ദർസിന്റെ തുടക്കക്കാരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ പരിശുദ്ധമായ ആ സ്വഹാബികളുടെ കാലത്തിന് ശേഷം അത് മാതൃകയാക്കി പല രാജ്യങ്ങളും ഈ സമ്പ്രദായം നടപ്പിൽ വരുത്തുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ പള്ളി ദർസുകൾ നിലവിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും കേരളത്തിൽ വന്നുകൊണ്ട് പ്രബോധനം നടത്തിയതിനു ശേഷം 10ഓളം പള്ളികൾ നിർമ്മിക്കുകയുണ്ടായി. ആ പള്ളികളിലായിരുന്നു ആദ്യമായി പള്ളി ദർസുകൾ തുടങ്ങിവെച്ചത്. കേരളത്തിന്റെ ഇസ്ലാമിക സംസ്കരണത്തിൽ വലിയൊരു പങ്ക് പള്ളി ദർസുകൾ വഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മഖ്ദൂമുമാർ, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, ഉമർ ഖാദി പോലെയുള്ള വലിയ വലിയ മഹത്തുക്കളായിരുന്നു പള്ളി ദർസുകൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയത്. നികുതി നിഷേധത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾക്ക് വീര്യം നൽകിയത് അത് പള്ളി ദർസായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ജീവകാരുണ്യ സാംസ്കാരിക മേഖലയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെയൊക്കെയും ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അവർ പള്ളി ദർസിന്റെ സന്തതികളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ ഒരു ദർസുണ്ടാകുമെന്ന് പറയുന്നത് അത് ആ നാടിന്റെ വെളിച്ചമാണ്, ആ നാടിന്റെ തൂണാണ്. തീർച്ചയായും സ്വാഭാവികമായി നമുക്കറിയാം, ആ ദർസ് എന്ന് പറയുന്ന മഹത്തമായ ആ വെളിച്ചം ആ നാട്ടിൽ നിന്ന് അസ്തമിക്കുമ്പോൾ അവിടെ ഇരുളുമൂട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ അന്ധകാരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഴമയുടെ കാലത്തിലേക്ക് നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരു മുദരിസ് അവിടെ ഉണ്ടായാൽ ആ മുദരിസിന്റെ അടുക്കൽ വന്നുകൊണ്ട് നാട്ടുകാർ അവരുടെ കാര്യങ്ങൾ പറയുമായിരുന്നു. അന്നവിടെ അക്രമങ്ങളില്ല, അരാജകത്വങ്ങളില്ല, എല്ലാം ഈ മുദരിസ് നിയന്ത്രിച്ചുകൊണ്ട് ഐക്യമായൊരു നാടിനെയാണ് അവിടെ വാർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ വലിയ ദർസ് എന്ന് പറയുന്ന മഹത്തമായ സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു പോകുമ്പോൾ തീർച്ചയായും വളരെ വിപത്തമാണ്, വളരെ വലിയ ആപത്തുകളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട പിതാവ് അങ്ങാടിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റു നിൽക്കാനുള്ള മനസ്സുപോലും നമ്മുടെ യുവ സമൂഹങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് ഒന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യമോദാനുള്ള ആ വകതിരിവ്, ആ ബുദ്ധി പോലും നമ്മുടെ യുവ സമൂഹം മറന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം മനസ്സിലാക്കേണ്ടത്. അതാണ് MBS പറയാനുള്ളത്, ഈ സമ്മേളനത്തിന് പറയാനുള്ളത്. അങ്ങനെ നല്ല നല്ല കാര്യം ചെയ്യുവാനും ആ പഴയ കാര്യം ഓർക്കുവാനും ഒരു മതബോധമുള്ള, ഒരു പള്ളി ദർസിൽ പഠിച്ച ഒരു ഇൽമുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാടിനെ വീണ്ടും ഉയർത്താൻ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പൈതൃകത്തിന്റെ പേരുന്ന ആ പഴയ പാഠശാലകൾ വീണ്ടും സമുദായത്തിൽ വരേണ്ടതുണ്ട്. വീണ്ടും സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് മിസ്ബാഹുൽ ബയാൻ സാഹിത്യ സമാജം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു പ്രവർത്തനങ്ങളും കേവലം ദർസ് സമാജം എന്ന പേരിൽ മിസ്ബാഹുൽ ബയാൻ സാഹിത്യ സമാജം അതിൽ ഒതുങ്ങാതെ മറിച്ച് നാടിന്റെ പ്രബോധനത്തിനിറങ്ങി നാടിന്റെ നിഖില മേഖലകളിലും എല്ലാ വിഷയങ്ങളിലും അക്രമങ്ങൾക്ക് തടയിടാനും പൊതുസമൂഹത്തിന് സേവനം ചെയ്യാനും മിസ്ബാഹുൽ ബയാൻ സാഹിത്യ സമാജത്തിന്
അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ ജനമനസ്സുകൾക്ക് മിസ്ബാഹുൽ ബയാൻ സാഹിത്യ സമാജത്തിന്റെ പ്രസക്തി അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം മനസ്സിലാക്കണം, ഒരുപാട് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും ഒരുപാട് ക്യാമ്പുകളും പാവപ്പെട്ട ഒരുപാട് കുടുംബക്കാരെ നമ്മുടെ നാടുകളിലുണ്ട്. അവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനം നടത്താൻ മിസ്ബാഹുൽ ബയാൻ സാഹിത്യ സമാജ സാരഥികൾ എന്നും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനൊക്കെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അവർകളാണ്. ഉസ്താദിന്റെ ഒരുപാട് ക്ലാസുകൾ നമ്മുടെ നാട് നടക്കാറുണ്ട്. ചുള്ളിപ്പാറ മഹലിലും കൊടുക്കലിലും കുണ്ടൂരിലും ആഴ്ചയിൽ വനിതാ ക്ലാസുകൾ നടക്കാറുണ്ട്. എല്ലാ ക്ലാസുകളിലും 50-ൽ പരം അതിലധികം വനിതകൾ എല്ലാ ആഴ്ചത്തോറും പങ്കെടുക്കാറുണ്ട് എന്നത് MBSന്റെ വലിയ വിജയമാണെന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിശുദ്ധമായ ഈ സമാപന സമ്മേളനം അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ മലേഷ്യയാണ്. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരുപാട് കാലം നമുക്ക് വേണ്ടി അവിടുന്ന് നേതൃത്വം നൽകാനുള്ള ആയുസ് റബ്ബ് നൽകുമാറാവട്ടെ. അതുപോലെ നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്തു തന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ഈ സുലൈമാൻ ഉസ്താദ് അവർകളാണ്. ആ വയസ്സുകാലത്ത് പോലും ദീനിന് വേണ്ടി എല്ലാ സംരംഭങ്ങളിലും അവിടുന്ന് പങ്കെടുക്കാറുണ്ട്. റബ്ബേ, ഉസ്താദിന്റെ നേതൃത്വം അവിടുന്ന് ഒരുപാട് കാലം കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അതുപോലെ